ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി. ദാവീദിൻ സൂനുവേ, പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹരാത്രി, അനുഗ്രഹരാത്രി. പ്രിയ സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹ രാത്രിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ രാത്രി അനുഗ്രഹപ്രദമായിട്ട് നമുക്ക് മാറുന്നത് കർത്താവിനോടുകൂടെ അവൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തോടുകൂടെ ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹ നിമിഷങ്ങളായിട്ട് മാറുന്നത്. ഈ സമയം കർത്താവിനോട് കൂടെ ചെലവഴിച്ചുകൊണ്ട്, അവനെ ശ്രവിച്ചുകൊണ്ട്, അവൻ്റെ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹപ്രദമാക്കുന്നതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ വിചാരങ്ങളും കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ വേദനകളും, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, നമ്മുടെ സങ്കടങ്ങളും, നമ്മുടെ തകർച്ചകളും, നമ്മുടെ പരാജയങ്ങളുമെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ നാം ചിലവഴിക്കുന്ന ഈ സമയം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അനുഗ്രഹപ്രദമായിട്ട് മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ദാനിയേലേപ്പോ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെപ്പോൾ എന്നെ ഞാൻ മറന്നിട്ട്. ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെപ്പോൾ എന്നെ ഞാൻ മറന്നിട്ട്. ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ.
ശക്തിയോടെ. ആരാധന 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 ആരാധന. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോ ഇതാ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ്റെ രൂപത്തിൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഈശോ ഇതാ അപ്പമായിട്ട് നമ്മുടെ മുൻപിൽ ഇതാ സന്നിഹിതനായിരിക്കുകയാണ്. ഈ കർത്താവിലേക്ക് നമുക്ക് നോക്കാം. ഈ വെളുത്ത അപ്പത്തിൽ ഈശോയെ നമുക്ക് ദർശിക്കാൻ സാധിക്കട്ടെ. ഇത് കർത്താവാണ് എന്ന ആ വലിയ ബോധ്യത്തിലേക്ക്, ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യമാണ് പ്രതിസന്ധികളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നത്. ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു ചിന്തയാണ് ഭയപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നത്. ഇത് നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നമുക്ക് സർവ്വതും സമർപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ. എല്ലാം ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത് എന്ന വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ ശക്തിയുള്ളവൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. നമ്മുടെ കർത്താവിനെ നമുക്കെല്ലാവർക്കും ആരാധിക്കാം. നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് ലഭിച്ചിരിക്കുന്ന, ഇന്നേ ദിവസം ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. പല ആളുകൾക്കും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നു. നേരത്തെ കണക്കുകൂട്ടിയൊക്കെ വെച്ചിരുന്നതായിരുന്നു. പക്ഷേ പെട്ടെന്നുണ്ടായ തിരക്ക് മൂലം, അല്ലെങ്കിൽ ശാരീരികമായ അവശത മൂലം, സാമ്പത്തികമായ പരാധീനതകൾ മൂലം, ജോലി തിരക്കുകളൊക്കെ മൂലം അതിന് സാധിക്കാതെ പോയിരിക്കുന്നു.
എന്നാൽ ഈശോ ഇതാ നമുക്കെല്ലാം ഒരുക്കി തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തോടു കൂടെ ചെലവഴിക്കുന്നതിനായിട്ടുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാം. നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്നും അകന്നിരിക്കുന്ന ആളുകൾ, ജോലിക്കായിട്ട് വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ, മക്കളെ കർത്താവിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. രോഗികളായിട്ട് നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, അവരെ അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന്. കർത്താവിൻ്റെ വചനത്തിന് സൗഖ്യം നൽകാനുള്ള വലിയ ശക്തിയുണ്ട് എന്ന വലിയ ബോധ്യത്തോടെ നമ്മുടെ ഭവനത്തിൽ രോഗികളായിട്ട് കഴിയുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് സമർപ്പിക്കാം. അവരെ സുഖപ്പെടുത്തണമേ, അവർക്ക് ആരോഗ്യം നൽകണമേ എന്ന് നമുക്ക് അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കാം. അവരെ ഓർത്ത് കർത്താവിനെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ചും പഠനത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിലും കുടുംബത്തിൽ നിന്നും അകന്നും നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് അവരെ നല്ല ബോധ്യങ്ങളിലൂടെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ബുദ്ധിക്ക് വിവേകവും അറിവും ജ്ഞാനവും ധാരാളമായിട്ട് നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അവരെ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ, മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും അതുപോലെയുള്ള ഇൻ്റർനെറ്റിനുമൊക്കെ അടിമപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദുശീലങ്ങളിൽ നിന്നെല്ലാം അവരെ മോചിപ്പിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശക്തിയാൽ അവർക്കെല്ലാവർക്കും വിടുതൽ നൽകണമേ, അവരുടെ ദുശീലങ്ങളിൽ നിന്നും വിടുതൽ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാം. അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, അങ്ങ് അവയെല്ലാം ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഗാനമാലപിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ വഴികളിലൂടെ നടക്കുവാനായിട്ടുള്ള ശക്തി നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ ഒരു പക്ഷേ എത്തിച്ചേരാൻ സാധിച്ചെന്ന് വരികയില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും.
അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, അവനിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ബോധ്യത്തോടുകൂടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. സങ്കീർത്തനം 91, 9 മുതൽ 12 വരെ. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ കാത്തുകൊള്ളും. കർത്താവേ, സങ്കീർത്തകനിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൽ ആശ്രയിച്ചു കൊണ്ടുപോയാൽ ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല എന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മയ്ക്ക് ഞങ്ങൾ വശംവദരായി പോയിട്ടുണ്ടെങ്കിൽ, അനർത്ഥങ്ങൾ ഞങ്ങളുടെ ഭവനത്തെ വിടാതെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആശ്രയിക്കാതെ മറ്റ് പല വ്യക്തികളിലും മറ്റു പല വസ്തുക്കളിലും ആശ്രയിച്ചു പോയതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പറ്റിയ ഈ അപരാധത്തെ അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട്, ദൃഢമായി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇകലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. 125 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലരായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. നല്ലവനായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ചുറ്റും കോട്ടകൾ കെട്ടിക്കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നിന്നിലുള്ള വിശ്വാസത്തിൽ അചഞ്ചലമായിട്ട് നിലകൊള്ളുവാനായിട്ട്, നിന്റെ ശക്തിയിൽ നിരന്തരമായിട്ട് ആശ്രയിച്ചു കൊണ്ടുപോകുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സുരക്ഷയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സംരക്ഷണത്തെ ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ.
എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ജെറമ്യാ പ്രവചനം 17:7-8. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നടപ്പെട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടിരിക്കും. കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ എന്നും ഫലം പുറപ്പെടുവിച്ചു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഫലശൂന്യത നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല, അതിൽ നമ്മൾ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, അവൻ്റെ കാരുണ്യത്തിൽ നമുക്ക് പ്രതീക്ഷയർപ്പിക്കാം. അവൻ നമുക്ക് നൽകുന്ന സംരക്ഷണത്തെ ഓർത്തും രക്ഷയെ ഓർത്തും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം. എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ. എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. പ്രിയപ്പെട്ടവരെ, ഈ സമയം കർത്താവിനോടുകൂടെ ആയിരിക്കുന്നതിനായിട്ട് നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ നിമിഷം ദൈവം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഹോദരങ്ങളിലും വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് ഒഴുകപ്പെട്ട നിമിഷങ്ങളായിരുന്നു ഇത്. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ വഴികളിലൂടെ നടക്കുവാനായിട്ടുള്ള, അവൻ്റെ വഴികൾ തിരിച്ചറിഞ്ഞ് അതിലൂടെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ശക്തിയും കൃപയും നമുക്ക് ധാരാളമായിട്ട് നൽകണമേ എന്ന് നമുക്ക് തീഷ്ണമായിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ.
ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി